ഇസ്രായേലി സൈന്യമായ IDF-ൽ നിന്നും വൻതോതിലുള്ള ഉദ്യോഗസ്ഥ കൊഴിഞ്ഞുപോക്ക്. ടെൽ അബീബ് മേഖലയിൽ കടുത്ത സംഘർഷം നടക്കുന്നതിനിടയിലാണ് സേനയിൽ ഉദ്യോഗസ്ഥർ വൻതോതിൽ കുറയുന്നത്. മേജർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ അടക്കം ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് സേനയിൽ നിന്ന് വിട്ടുപോകുന്നത്. 500-ലധികം ഉദ്യോഗസ്ഥരാണ് വളരെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ സേന വിട്ടുപോയത്. ഇസ്രായേൽ ഹയോം എന്ന ഹീബ്രു മാധ്യമമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. മാസങ്ങളായി യുദ്ധഭൂമിയിൽ കഴിയുന്നതിൽ മാനസിക സംഘർഷം സൈനികർക്കുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഈ കൊഴിഞ്ഞുപോക്കിന് പിന്നിൽ അത് മാത്രമല്ല കാരണം. റിസർവ് സൈനികരോടും സ്ഥിര സൈനികരോടും രണ്ട് തരത്തിലുള്ള സമീപനമാണ് ഇസ്രായേലി ഭരണകൂടം സ്വീകരിക്കുന്നത്. റിസർവ് സൈനികർക്ക് പൊതു അംഗീകാരവും പ്രത്യേക സാമ്പത്തിക സഹായവും ലഭിക്കുന്നു. അതോടൊപ്പം ഇവരുടെ കുടുംബങ്ങൾക്ക് പ്രത്യേക സേവന സഹായങ്ങൾ ലഭിക്കുന്നുമുണ്ട്. എന്നാൽ സേനയിലെ സ്ഥിര അംഗങ്ങൾക്ക് യുദ്ധകാലത്ത് പോലും ശമ്പളക്കയറ്റം ഉണ്ടാകുന്നില്ല. റിസർവ് അംഗങ്ങളെക്കാൾ അധിക സമയവും അതികഠിന യുദ്ധമേഖലകളിലും പലപ്പോഴും പണിയെടുക്കേണ്ടി വരുന്നത് സേനയിലെ സ്ഥിര അംഗങ്ങളാണ്. എന്നാൽ ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നത് റിസർവ് അംഗങ്ങൾക്കും. ഏകദേശം 11.6 ലക്ഷം രൂപ വരെ അവർക്ക് ശമ്പളമായി ലഭിക്കുന്നു. കഷ്ടപ്പാടുകൾ കൂടുതൽ അനുഭവിക്കുന്നവർക്കാകട്ടെ ശമ്പളത്തിൽ പോലും ഒരു മാറ്റവുമില്ല. അർഹിക്കുന്ന നഷ്ടപരിഹാര തുക പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യം പറയാനുമില്ല. ദുരന്തമുഖത്ത് സ്വന്തം ജീവന് യാതൊരു ഉറപ്പും ഇല്ലാത്തിടത്ത് ഭരണകൂടത്തിന് വേണ്ടി പോരാടുന്ന ഇവർക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം നീതി നിഷേധങ്ങളുടെ കൂടി തുടർച്ചയാണ് സേനയിൽ നിന്നും ഉദ്യോഗസ്ഥർ ദുരന്തമുഖത്ത് സ്വന്തം ജീവന് യാതൊരു ഉറപ്പും ഇല്ലാത്തിടത്ത് ഭരണകൂടത്തിന് വേണ്ടി പോരാടുന്ന ഇവർക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം നീതി നിഷേധങ്ങളുടെ കൂടി തുടർച്ചയായാണ് സേനയിൽ നിന്നും ഉദ്യോഗസ്ഥർ പടിയിറങ്ങുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിനെതിരെ കടുത്ത എതിർപ്പുകളാണ് നിലവിൽ ഇസ്രായേലി സേനയിൽ നിന്ന് ഉയരുന്നത്. സൈനികരുമായി കൂടിയാലോചനകളില്ലാതെയാണ് പലപ്പോഴും പുതിയ മേഖലകളിലേക്ക് കടന്നുകയറാനുള്ള തീരുമാനം ഭരണകൂടം കൈക്കൊള്ളുന്നത്. വർഷങ്ങളായി സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാനോ അവർക്കൊപ്പം കഴിയാനോ സാധിക്കാത്ത സൈനികർക്ക് ഇത് വലിയ മാനസിക ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. 2023-ൽ അക്രമങ്ങൾ ആരംഭിച്ചതിനു ശേഷം സേനയിലെ കൊഴിഞ്ഞുപോക്ക് കുറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും യുദ്ധങ്ങളുടെ തീവ്രതയും കാലയളവും നീണ്ടുപോയതോടെ ഉദ്യോഗസ്ഥരുടെ വിട്ടുപോക്കും രൂക്ഷമായിരിക്കുകയാണ്. ഇസ്രായേലി സേനയുടെ ഭാഗമായ റിസർവ് അംഗങ്ങളുടെ മക്കൾ പഠിക്കുന്ന അതേ സ്കൂളിലാണ് തൻ്റെ മകനും പഠിക്കുന്നത്. ആ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന പല ആനുകൂല്യങ്ങളും തൻ്റെ മകന് ലഭിക്കുന്നില്ല. മറ്റുള്ളവരെ പോലെ തന്നെ താനും അതേസമയം ഗാസയിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നെന്നും അദ്ദേഹം പറയുന്നു. ലബനനും ഗാസയും മാത്രമല്ല ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രവർത്തന മേഖല. ഇറാനിൽ നിന്നുള്ള ഹൂതികളെയും നേരിടേണ്ടതുണ്ട്. എന്നാൽ സൈന്യത്തിൻ്റെ അംഗബലം ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. IDF-നെ ഇത് കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലാക്കുന്നത്. ഈ വിഷമഘട്ടത്തെ മറികടക്കുന്നതിനുള്ള നടപടികൾ IDF സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവയൊന്നും പ്രതീക്ഷിച്ച ഫലം കാണുന്നില്ല എന്നതാണ് വാസ്തവം. സേനയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നടത്തി സേനയിലെ അംഗബലം കൂട്ടാം. എന്നാൽ അവിടെ തീരുന്നതല്ല പ്രശ്നങ്ങൾ. നിലവിലുള്ള അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്കിലൂടെ കുറയുന്നത് അംഗബലം മാത്രമല്ല, സേനയുടെ കാര്യക്ഷമത കൂടിയാണ്. വർഷങ്ങളായി പോർമുഖത്ത് പോരാടി അവർ നേടിയ യുദ്ധ പരിശീലനവും യുദ്ധ നൈപുണ്യവും പുതിയ അംഗങ്ങൾക്ക് പകരം വയ്ക്കാനാകില്ല. പുറത്തുനിന്നുള്ള അക്രമങ്ങളെക്കാൾ അധികം ഒരു സംഘടനയെ ഇല്ലാതാക്കുന്നത് ആ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉയരുന്ന പ്രതിഷേധങ്ങളും സംഘർഷങ്ങളുമാണ്. ആന്തരികമായി സൈന്യത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഇത്തരം സംഘർഷങ്ങൾ വലിയൊരാശങ്കയാണ് ഉയർത്തുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം തന്നെ നീതി നിഷേധത്തിനെതിരായ സൈനികരുടെ പ്രതിഷേധങ്ങൾ വളർന്നേക്കാം.